ഒരു ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാമെന്ന് നമുക്ക് ഇപ്പോൾ ഒന്ന് പഠിക്കാം. ഫോർ എക്സാമ്പിളായിട്ട് ഇതൊരു ക്യാൻഡിലായിട്ട് സങ്കല്പിക്കുക. ഇതൊരു ക്യാൻഡിലാണ്. ഒരു ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ അത് 2 ടൈപ്പ് പാർട്ട് ഉണ്ടാകും. ഒന്ന് ബോഡി, ഈ കാണുന്നത് ബോഡിയായിട്ട് നമുക്ക് എടുക്കാം. ക്യാൻഡിലിൻ്റെ ബോഡി ഇതെന്ന് പറയുന്നത് വിക്ക്. ഇത് വിക്ക്. ഒരു ക്യാൻഡിലിന് 2 ഭാഗങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. ഒന്ന് ബോഡി, മറ്റൊന്ന് വിക്ക്. ഇതൊരു ഗ്രീൻ ക്യാൻഡിലാണെങ്കിൽ ഇതൊരു ഗ്രീൻ ക്യാൻഡിലാണ്, ബുള്ളിഷ് ക്യാൻഡിൽ. ബുള്ളിഷ് ക്യാൻഡിലാണെങ്കിൽ മാർക്കറ്റ് ഓപ്പണായ ഒരു ദിവസം ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 2/3/2026 പ്രൈസാണ് ഈ ഒരു ക്യാൻഡിൽ കാണിക്കുന്നത്. ഓക്കെ, 2/3/2026 പ്രൈസിൻ്റെ മൂവ്മെൻ്റാണ് ഈ ഒരു ക്യാൻഡിൽ കൂടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. രാവിലെ 9:30 ആയപ്പോൾ നോക്കിക്കോണം, രാവിലെ 9:30 ആയപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഈ ഒരു പ്രൈസിലാണ്. ഇതൊരു 10 രൂപയാണെന്ന് വിചാരിക്കുക. ഓക്കെ, കിട്ടിയോ? ഇതൊരു 10 രൂപയാണെന്ന് വിചാരിക്കുക. ഉച്ചയ്ക്ക് ഒരു 12:30 ആയപ്പോൾ മാർക്കറ്റ് വില കുറഞ്ഞ ഇതൊരു 4 രൂപയിലേക്ക് പോയി. അതാണ് ഈ ലോ. ഓക്കെ, ഇന്ന് 3 മണിയായപ്പോൾ പ്രൈസ് ഒരു 25 രൂപയിലേക്ക് പോയി. ഓക്കെ, പ്രൈസ് 25 രൂപയിലേക്ക് പോയി. 3:30 ആയപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തപ്പോൾ പ്രൈസ് നിൽക്കുന്ന ഈ ഒരു ലെവലാണ്, അതായത് 22 രൂപ. ഇതാണ് ഒരു ക്യാൻഡിൽ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. പ്രൈസ് എവിടെയാണ് ഓപ്പൺ ചെയ്തത്, എവിടെയാണ് ക്ലോസ് ചെയ്തത്, അന്നേ ദിവസം ഏത് ഹൈ വരെ പോയി, ഏത് ലോ വരെ പോയി, ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതൊരു ബുള്ളിഷ് ക്യാൻഡിൽ ആകുന്നത്, ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ പ്രൈസ് ഓപ്പൺ ചെയ്തതിന് മേലെയായിരിക്കും പ്രൈസ് ക്ലോസ് ചെയ്യുന്നത്. എങ്ങനെയാണ്? പ്രൈസ് ഓപ്പൺ ചെയ്യുന്നതിന് മേലെയായിരിക്കും പ്രൈസ് ക്ലോസ് ചെയ്യുന്നത്. എന്നാൽ ഒരു റെഡ് ക്യാൻഡിൽ, അതായത് ബെയറിഷ് ക്യാൻഡിൽ ആകുമ്പോൾ പ്രൈസ് ഓപ്പൺ ചെയ്യുന്നതിന് താഴെയായിരിക്കും പ്രൈസ് ക്ലോസ് ചെയ്യുന്നത്. ഓപ്പണിംഗ് എവിടെയായിരിക്കും? ഓപ്പണിംഗ് ഒരു 22 രൂപയായിരിക്കും, ഫോർ എക്സാമ്പിൾ ആണ്. ക്ലോസിംഗ് എന്ന് പറയുന്നത് ചിലപ്പോൾ 8 രൂപയായിരിക്കും. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ബെയറിഷ് ക്യാൻഡിലായിട്ട് എടുക്കാം. അവിടെ വിക്ക് ഉണ്ടാവും, പ്രൈസ് ഒരു 28 രൂപ വരെ പോയിട്ടുണ്ടാവും, ഒരു 7 രൂപ വരെ പോയിട്ടുണ്ടാവും. ഇതാണ് ഒരു ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പലതരത്തിലുള്ള ക്യാൻഡിലുണ്ട്, അതായത് പല കളറിലായിരിക്കും ക്യാൻഡിൽ വരുന്നത്. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ സൗകര്യത്തിൽ നമുക്ക് ക്യാൻഡിലിനെ മാറ്റിയിടാനായിട്ട് പറ്റും. ഓരോരുത്തരും അവരുടെ സൗകര്യത്തിൽ ക്യാൻഡിൽസിനെ മാറ്റിയിടും. നമുക്ക് പ്രൈസ് എന്താണോ ചെയ്യുന്നത് അതാണ് ഒരു ക്യാൻഡിൽ ബുള്ളിഷ് ആണോ ബെയറിഷ് ആണോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. ഇവിടെ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഒരു ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ അതിന് 2 പാർട്ട് ഉണ്ടാവും. ഒരു വിക്ക്, ഒരു ബോഡി പാർട്ട്. ബോഡി ഉണ്ടാവും, വിക്ക് ഉണ്ടാവും. പ്രൈസ് ഓപ്പൺ ചെയ്യുന്നത് ബുള്ളിഷ് ക്യാൻഡിലിന് ലോവർ സൈഡിലായിരിക്കും, പ്രൈസ് ക്ലോസ് ചെയ്ത് മേലെയായിരിക്കും. പ്രൈസ് ഓപ്പൺ ചെയ്തതിന് മേലെ ക്ലോസ് ചെയ്താൽ അത് ബുള്ളിഷ് ക്യാൻഡിലും, ഓപ്പൺ ചെയ്തതിന് താഴെ ക്ലോസ് ചെയ്താൽ അത് ബെയറിഷ് ക്യാൻഡിലും ആയിരിക്കും. ഇതാണ് ഒരു ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം. ഇത് പല ടൈം ഫ്രെയിം വരും കേട്ടോ. ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് 1 ഡേ ആണ്. ഇപ്പം ഞാൻ പറഞ്ഞത് 2/3/2026 കാര്യമാണ്. ഇപ്പം നമ്മൾ ഒരു 5 മിനിറ്റ് ടൈം ഫ്രെയിമിൻ്റെ എടുക്കുകയാണെങ്കിൽ ആ 5 മിനിറ്റിലും പ്രൈസ് എന്താണോ ചെയ്തത് അത് തന്നെയായിരിക്കും കാണിക്കുന്നത്. 5 മിനിറ്റ് പ്രൈസ് ഇവിടെ ഓപ്പണായി, ഇങ്ങനെ പോയി, ഈ ഒരു ഹൈ എടുത്തു, എഗെയിൻ ഈ ഒരു ലോ എടുത്തു, എഗെയിൻ ഈ ഒരു ഹൈ എടുത്തു, എഗെയിൻ ലോ എടുത്തു, ഇങ്ങനെ ആയിരിക്കും 5 മിനിറ്റിൽ പ്രൈസ് ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. ഇതൊരു ക്യാൻഡിലായിട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ, അതായത് ഇത് ഓപ്പണിങ്, അപ്പോൾ ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഇവിടെ വരും. ഓക്കെ, ക്ലോസിങ് ഈ ഒരു ലെവൽ. അപ്പോൾ ഇതൊരു ബോഡിയായി. ഓക്കെ, ഇതൊരു ബോഡിയായി. അഗെയിൻ പ്രൈസ് ഹൈ പോയിരിക്കുന്നത് എന്താണ്? ഓൾമോസ്റ്റ് ഈ ഒരു ലെവലാണ്. അപ്പോൾ ഇതൊരു ക്യാൻഡിലിന് ഹൈ ആയി. നമ്മൾ ഇതിനെ ഒരു ക്യാൻഡിലായിട്ട് ഈ ഒരു 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് നോക്കുവാണെങ്കിൽ ഇവിടെ എന്താണ്? നമുക്ക് ഇവിടെ ഒരു വിക്ക് മാത്രമേ കാണാനായിട്ട് പറ്റുന്നുള്ളൂ. കാരണം ഓപ്പൺ ചെയ്തതിന് താഴത്തേക്ക് പ്രൈസ് പോയിട്ടില്ല. പ്രൈസ് പോയെങ്കിൽ മാത്രം നമുക്കിവിടെ വിക്ക് വരുള്ളൂ. പ്രൈസ് പോകാത്തത്തോളം സമയം നമുക്കിവിടെ വിക്ക് വരത്തില്ല. എന്നാൽ പ്രൈസ് ക്ലോസ് ചെയ്യുന്നതിൻ്റെ മേലേക്ക് പോയി, ഇവിടെ നമുക്ക് വിക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ വിക്കുണ്ട്, ബോഡിയുണ്ട്. ചില ക്യാൻഡിൽസ് ബോഡി മാത്രം ഉണ്ടാവുള്ളൂ. ബോഡി മാത്രം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഓപ്പണിങ്ങിൻ്റെയും ക്ലോസിങ്ങിൻ്റെ ഇടയിൽ തന്നെയാണ് പ്രൈസ് അന്നേ ദിവസം ട്രേഡ് ചെയ്തിരിക്കുന്നത്. അതായത് ആ പർട്ടിക്കുലർ ടൈം ഫ്രെയിമിൽ, ഏത് ടൈം ഫ്രെയിമാണ്? 15 മിനിറ്റ് ആണെങ്കിൽ 15 മിനിറ്റ്, 1 അവർ ആണെങ്കിൽ 1 അവർ. ഫോർ എക്സാമ്പിളായിട്ട് പ്രൈസ് ഇവിടെ ഓപ്പൺ ചെയ്തു, ഹൈ എടുത്തു, പിന്നെ ഈ ഒരു റേഞ്ചിനുള്ളിൽ തന്നെ കിടന്ന് ട്രേഡ് ചെയ്തു,
വീണ്ടും ഈ സെയിം ഹൈയിൽ പ്രൈസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ക്യാൻഡിലായിട്ട് നമ്മൾ ഡ്രോ ചെയ്യുമ്പോൾ ഇതുണ്ടോ, ക്യാൻഡിൽ ഡ്രോ ചെയ്യുമ്പോൾ എന്താണ് സെയിം ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്യാൻഡലിന് വിക്ക് ഉണ്ടാകുമല്ലോ. ഒരു ക്യാൻഡലിന് വിക്ക് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ബോഡി മസ്റ്റാണ്. ഒരൊറ്റ ക്യാൻഡലിന് മാത്രമാണ് ബോഡി നമുക്ക് പറയാനായിട്ട് പറ്റാത്തത്. ഫോർ എക്സാമ്പിളായിട്ട് ഈ ഒരു ക്യാൻഡിൽ സ്ട്രക്ചർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പ്രൈസ് ഓപ്പൺ ചെയ്തു, ഹൈ എടുത്തു, ലോ എടുത്തു, ഹൈ എടുത്തു, ലോ എടുത്തു, ഹൈ എടുത്തു, ലോ എടുത്തു. ഓക്കെ, ഇതാണ് പ്രൈസിൻ്റെ ആ ഒരു സമയത്തെ മൊമെൻറ്റ്. ഇത് നമ്മളൊരു ക്യാൻഡിലായിട്ട് വരയ്ക്കുമ്പോൾ നമുക്ക് ഇവിടെ എന്താണ്, ഇവിടെ ഓപ്പണിങ്, ഹൈ, അഗൈൻ ലോ. ഇതും നമുക്കൊരു ക്യാൻഡിലായിട്ട് എടുക്കാം. എവിടെയാണോ പ്രൈസ് ഓപ്പൺ ചെയ്തത് സെയിം പ്രൈസിൽ തന്നെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇവിടെ വിക്ക് മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് ബോഡി ഉണ്ടോ? ബോഡി ഇല്ല. ഇങ്ങനെയുള്ള ക്യാൻഡിൽസും ഉണ്ടാവും.